ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊല്ലത്ത് പ്രധാന അധ്യാപിക ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയെ സ്കൂളിൽ കയറ്റുന്നില്ല. അത് മാനേജറുടെ ഉത്തരവാണ് എന്ന് പറഞ്ഞ് ഗേറ്റ് കീപ്പർ ഗേറ്റ് പൂട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രധാന അധ്യാപിക ആ ഗേറ്റിന്റെ അവിടെ വന്നിരിക്കുകയാണ്, അങ്ങോട്ട് എനങ്ങാതെ ഇരിക്കുകയാണ്. കാരണം സ്കൂളിൽ കയറാൻ പാടില്ല. രാവിലെ കുട്ടികൾക്കുള്ള മുട്ടയൊക്കെ ആയി വന്നതാണ്. ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ അവിടെ ബാക്കി LP UP ഹൈസ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മുട്ടയും ഒക്കെ ആയി വന്നിറങ്ങിയ അധ്യാപികയെ കയറ്റരുത് എന്ന് മാനേജർ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മുട്ടയൊക്കെ വെച്ച് ആൾ അവിടെ തന്നെ ഇരുന്നു. അതെന്താണ് കാരണം? നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് കേൾക്കാം. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ ആ വോയിസിലേക്ക് പോയിട്ട് വരാം. ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ പ്രതികരണം. എന്തുകൊണ്ട് തുറക്കാതെ? എന്തുകൊണ്ട് തുറന്നുകൂടാ? എന്തുകൊണ്ട് തുറക്കാതെ? എന്തുകൊണ്ട് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണല്ലോ. എന്തുകൊണ്ട് മാനേജർ എന്താണ് പറഞ്ഞത്? ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന്റെ പേര് പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് ഒരു വന്നിട്ടുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ ഗവൺമെന്റ് അംഗീകാരം ഉണ്ടോ? അതിനെ പറ്റി എനിക്കറിയാം. മാനേജർ പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ്. അബ്ജോദ്, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് രാവിലെയാണ് ഈ പ്രധാന അധ്യാപിക ചുരിദാർ ധരിച്ച് ആ സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷേ ഗേറ്റ് കീപ്പർ, സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ ടീച്ചറെ തടഞ്ഞിട്ട് പറഞ്ഞത് ഈ മാനേജറുടെ നിർദ്ദേശമുണ്ട്, ചുരിദാർ ധരിച്ച് ടീച്ചർ എത്തിക്കഴിഞ്ഞാൽ കയറ്റണ്ട എന്നൊരു നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് കയറണ്ട എന്ന് ഗേറ്റ് കീപ്പർ ടീച്ചറെ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ടീച്ചർ ആ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. നമ്മൾ ആ കാണുന്നുണ്ട്, കുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ടീച്ചർ സ്കൂളിലെ കുട്ടികൾക്ക് കഴിക്കാനുള്ള മുട്ടയൊക്കെ വാങ്ങിയാണ് അവിടെ എത്തിയത്. പ്രധാന അധ്യാപികയാണ്. ടീച്ചർ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവിടെ കുത്തിയിരുന്നു. പിന്നീട് കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് ടീച്ചറെ പിന്നീട് അകത്തേക്ക് കയറ്റിയതെന്നാണ് ടീച്ചർ പറയുന്നത്. എന്തായാലും കേട്ടല്ലോ, ഇതാണ് ന്യൂസ്. ശരിക്കും ഇതെന്താ പട്ടാള ഭരണമാണോ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ കാലഘട്ടമാണോ? ശരിക്കും ഒരു ചുരിദാർ ഇട്ട് വന്നു കഴിഞ്ഞ സ്ത്രീകളെ അല്ലെങ്കിൽ ടീച്ചറെ ഉള്ളിലേക്ക് കയറ്റില്ല. ഇത് ഗവൺമെന്റ് ഉത്തരവാണ്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ സ്ത്രീകളാണല്ലോ ചുരിദാർ ഇടുന്നത്, അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്ന് ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്ക് ചുരിദാർ ഇട്ട് അകത്ത് കയറാം, ടീച്ചറായിട്ട് പഠിപ്പിക്കാം എന്നത് ഗവൺമെന്റ് ഉത്തരവാണ്. അത് മാന്യതയുള്ള ചുരിദാർ ഇട്ടിട്ട്. ചില ചുരിദാറുകളുണ്ട്, മാന്യതയില്ലാത്ത ചുരിദാറുകളും ഉണ്ട്. പക്ഷേ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ടീച്ചർ ഇട്ടിരിക്കുന്നത് നല്ലൊരു ചുരിദാർ തന്നെയാണ്. അതായത് ഒരു ഭാഗവും കാണിക്കാതെ വളരെ കുട്ടികളെ അച്ചടക്കത്തോടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇടാവുന്ന തരത്തിലുള്ള ചുരിദാർ തന്നെയാണ് ഈ ടീച്ചർ ഇട്ടിരിക്കുന്നത്, ഹയർ സെക്കൻഡറി HM ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടീച്ചർ അപ്പൊ ഈ പട്ടാള ഭരണം പറയും ഞങ്ങൾ ഇത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ആ സ്കൂളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ അർദ്ധ ഗവൺമെന്റ് സ്കൂളാണ്. ശരിക്കും സ്കൂളുകളെ 3 തരത്തിലായി തിരഞ്ഞെടുത്തിട്ടുണ്ട്: പ്രൈവറ്റ്, എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും ശമ്പളം കൊടുക്കുന്നത് മുഴുവൻ ആരാണ്? ഗവൺമെന്റ് ആണ്. പക്ഷെ എയ്ഡഡ് സ്കൂളിൽ ടീച്ചേഴ്സിനെ നിയമിക്കുന്നത് വമ്പം കാശ് മേടിച്ചുകൊണ്ട് മാനേജേഴ്സ് ആണ്. അപ്പൊ ഈ ടീച്ചേഴ്സിനെ നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ അത്യാവശ്യം ഒരു കാലാവധി കഴിഞ്ഞാൽ അവരവിടെ സ്ഥിരമായി. അപ്പൊ അവർക്കൊരു ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഒരു ടീച്ചറെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ 60, 65, 70 ലക്ഷമാണ് ഒരു ടീച്ചർക്ക് ഹയർ സെക്കൻഡറി. UP-ലൊക്കെ വരുമ്പോഴേക്കും ഒരു 50 ഒക്കെ, അല്ല ഹൈസ്കൂളിൽ ഒരു 50 വരുന്നുണ്ട്. UP-ലൊക്കെ ആവുമ്പോൾ ഒരു 45 ആ റേഞ്ചില്. UP 45 ലക്ഷമാണ് കേട്ടോ. ഇത്രയും കയറിക്കൊണ്ടാണ് ഇവരിവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ ഈ ടീച്ചർ അടക്കം അങ്ങനെയാണ് കയറിയിട്ടുണ്ടാവുക. എയ്ഡഡ് സ്കൂളാണല്ലോ, എയ്ഡഡ് സ്കൂളിൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ടീച്ചേഴ്സ് കയറുക. പക്ഷേ അവർക്ക് ഇത്ര മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സാലറിയോട് കൂടി എല്ലാ അനുകൂലത്തോടു കൂടി ശരിക്കും ഗവൺമെന്റ് ടീച്ചേഴ്സ് ആണ് ഇവർ ശരിക്കും. നമ്മൾ സാധാരണ എയ്ഡഡ് സ്കൂളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഗവൺമെന്റ് സ്കൂളാന്ന് പറയാറുണ്ട്. സത്യത്തിൽ എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അർദ്ധ ഗവൺമെന്റ് ആണ്. അതായത് മാനേജേഴ്സ് ഭരിക്കുന്ന, എന്നാൽ ടീച്ചേഴ്സിന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളാണ് എയ്ഡഡ് സ്കൂൾ. അങ്ങനെയുള്ള സ്കൂളിൽ എത്രയോ ലക്ഷം കൊടുത്ത് കയറിയ ടീച്ചറാണ് ഇത്. അത് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും കയറിയിട്ട്. കാരണം HM ആവണമെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ടീച്ചറായ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ആ എക്സ്പീരിയൻസ് കൂടി HM ആയി തീർന്നിട്ട് ആ HM-നെ ചുരിദാർ ഇട്ട് വരാൻ പാടില്ല എന്നത് സർക്കുലറിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സിന് ചുരിദാർ ഇടാം, പക്ഷെ ഇറുകിയ ചുരിദാറുകൾ, ഈ പാൻറ്റൊക്കെ ഭയങ്കര ഇറുക്കി പിടിച്ച പാൻറ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര ഷേപ്ഡ് ആയിട്ടുള്ള ചുരിദാറുകൾ, ഈ എന്താ പറയാ ഇവിടെ പൊളിയൊക്കെ വെച്ച് വല്ലാണ്ട് കയറ്റി പിടിച്ച് ഷാളൊന്നും ഇടാതെ വരാനും സ്കൂളിലേക്ക് പാടില്ല. അതും തെറ്റായ രീതിയിലുള്ള ഇതല്ല കേട്ടോ. ഇപ്പൊ ഷാൾ ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അത് നമ്മുടെ ഈ എന്താ സ്ലിറ്റ് ഇത്തിരി അധികമാക്കിയാലോ ടൈറ്റ് ആയിട്ടുള്ള പാൻറ് ഇട്ടോണ്ടോ തെറ്റുള്ള കാര്യമേ അല്ല. പക്ഷെ നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കൈയും കാലൊക്കെ ഒന്ന് പൊക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ കുട്ടികളുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ, കാരണം നമ്മൾ കൈ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കണ്ണ് അങ്ങനെ ഇതിനൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട്, കൊച്ചുമക്കളല്ലേ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൂസ് ചുരിദാറുകളും ഷാളും ധരിച്ചുകൊണ്ട് അത് ലൂസ് ആയിട്ടുള്ള പാൻറ് ഇട്ടുകൊണ്ട് ടീച്ചേഴ്സ്
ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാം എന്നൊരു സർക്കുലറിൽ ഉത്തരവുണ്ട്. അപ്പോ ആ ഒരു മാനദണ്ഡം വെച്ചിട്ട് ഈ ടീച്ചറുടെ ഡ്രസ്സിങ് പെർഫെക്റ്റ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഇട്ടൂടാ? അപ്പൊ മാനേജറുടെ പട്ടാള നിയമം അവിടെ നടപ്പിലാക്കണം. ഇതാണ് മാനേജർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും എയോ ഡിയോനൊക്കെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാവും. അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും മാനേജറിന് കുറ്റം കിട്ടാവുന്ന ഒരു കേസ് തന്നെയാണിത്. അദ്ദേഹം നിശ്ചയിക്കുന്നതല്ല, അത് ഗവൺമെന്റ് ഓർഡർ ആണ്. അദ്ദേഹത്തിന്റെ സ്കൂളാണ് എങ്കിലും ഇത് ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് ടീച്ചേഴ്സിന് മുഴുവൻ. അവര് ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റിൽ, ഈ മാനേജറുടെ പോക്കറ്റിലാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിരിക്കുന്നത് എങ്കിലും ശമ്പളം കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതു വിദ്യാലയമാണ് അത് അല്ലെ. ഒരുപാട് പിള്ളേരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാലയമാണ്. അപ്പൊ അതിന്റെ ശമ്പളം കൊടുക്കുന്ന ഉത്തരവാദിത്തം ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവര് ഇറക്കിയിരിക്കുന്ന സർക്കുലർ ഇവരെന്ത് ചെയ്യണം? ഓക്കെ ആക്കുക തന്നെ വേണം. അല്ലാതെ ഇവരുടെ പട്ടാള നിയമം ഇവിടെ കൊണ്ടുവരികയല്ല വേണ്ടത്.